ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? മെയിനായിട്ട് ഞാൻ കുറേ എണ്ണം നോക്കി, അപ്പോൾ എല്ലാവരും കൂടി സജസ്റ്റ് ചെയ്യണത് ഈ IBS മാത്രമാണ്. ഞാൻ അക്കൗണ്ടിങ്ങും ടാലിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 1 ഇയർ ഫിറ്റ്നസ് വർക്കൗട്ടും കാര്യങ്ങളായിട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മേഖല കുറച്ചും കൂടി എനിക്ക് സ്യൂട്ടാണ്. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് IBS തോന്നി. ഞാൻ ടോട്ടലി നോക്കുന്ന നേരത്ത് വാല്യൂഡാണ് എല്ലായിടത്തും. ഒരുപാട് അന്വേഷിച്ചപ്പോഴത്തേക്ക് എല്ലായിടത്തും വാല്യൂഡ് എന്നാണ് കാണിച്ചത്. പിന്നെ പേഴ്സണൽ ട്രെയിനുണ്ട്, സ്പോർട്ട് ന്യൂട്രീഷൻ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് മറ്റൊരു പേഴ്സണൽ ട്രെയിനർ മെയിൻ. എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവനിപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യാണ്. സോ അവൻ സജസ്റ്റ് ചെയ്തു, ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പം ബെറ്റർ ആയിട്ട് തോന്നി. സോ അവിടെ തന്നെ ചൂസ് ചെയ്തു. പിന്നെ ഗൂഗിളിലൊക്കെ നോക്കുമ്പം IBS തന്നെ അധികം കാണിക്കുന്നത്. ഒരു ഫിറ്റ്നസ് കരിയർ ഇവിടെ നിന്ന് ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എന്തായാലും പറ്റും. അത് എന്തായാലും റെക്കമെൻഡ് ഞാൻ IBSനെ തന്നെ എന്തായാലും ചെയ്യും. കാരണം എന്തായാലും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിലും ബെറ്ററായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കേഷനുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിസ് ബോൾ ആണെങ്കിലും ഫോം റോൾ ആണെങ്കിലും റിയലി ഗുഡ്. അപ്പോൾ അത് ഡീപ്പായിട്ട് പഠിക്കുന്നത് അവർക്ക് കരിയറിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും. IBSലെ സ്റ്റുഡൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്റ്റുഡൻസ് എല്ലാം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. എല്ലാവർക്കും നല്ലൊരു ബേസ് ഉണ്ട്. പലർക്കും വർക്കൗട്ട് നോളേജ് ഉണ്ട്, പക്ഷേ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു നോളേജ് ഇല്ല. IBSന്ന് വരുന്നവർക്ക് അപ്പോൾ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ആ റിസൾട്ടും കാര്യങ്ങളെല്ലാം അതനുസരിച്ച് നല്ല ബെറ്ററാണ്.